ഹാൻ-ബാനാക്ക് തിയറംസ് ആണ് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഹാൻ-ബാനാക്ക് എക്സ്റ്റൻഷൻ തിയറം ആൻഡ് ഹാൻ-ബാനാക്ക് സെപ്പറേഷൻ തിയറം. അതിൽ ഹാൻ-ബാനാക്ക് സെപ്പറേഷൻ തിയറം ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതിന് 7.1 ലെമ്മ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് രണ്ട് ലീനിയർ ഫങ്ഷണൽസിനെ കുറിച്ചാണ്. ഒന്ന് റിയൽ ലീനിയർ ഫങ്ഷണൽ, മറ്റൊന്ന് കോംപ്ലക്സ് ലീനിയർ ഫങ്ഷണൽ. റിയൽ ലീനിയർ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ ആ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് ശ്രദ്ധിക്കുക, k ബിലോങ്സ് ടു R. കോംപ്ലക്സ് ലീനിയർ എന്ന് പറയുമ്പോൾ k ബിലോങ്സ് ടു C ആകാം. അപ്പോൾ 7.1 ലെമ്മ പറഞ്ഞത് ഒരു റിയൽ ലീനിയർ ഫങ്ഷണൽ നിന്നുകൊണ്ട് നമുക്ക് കോംപ്ലക്സ് ലീനിയർ ഫങ്ഷണൽ സൃഷ്ടിക്കാം. അതെങ്ങനെയാണ്? If we have a real linear functional u from x to R, then by defining f as f of x is equal to u of x minus I into u of ix, then f is a complex linear functional. അടുത്ത ലെമ്മയാണ് 7.2 ലെമ്മ പറയുന്നതിന് മുമ്പ് ഈ മാക്സിമൽ പ്രോപ്പർ സബ്സ്പേസിന് മറ്റു ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. നോക്കിയേ, a proper subspace z of x is maximal if and only if span of z union set A equal to x for each A not belongs to z. ഒരേ കണ്ടെത്താവുന്നല്ല. ഇസഡിൽ ഇല്ലാത്ത ഏത് എലമെന്റ് എടുത്താലും ആ ഒരൊറ്റ എലമെന്റും കൂടി ഇസഡിനോടൊപ്പം ചേർത്ത് സ്പാൻ ചെയ്താൽ എക്സ് ഹോളായിട്ട് ആ സ്പേസിലില്ലാത്ത ഹൈപ്പർ സ്പേസ് എന്ന് പറയുന്ന സ്പേസിൽ ആ മാക്സിമൽ സബ്സ്പേസ് നമ്മൾ എടുക്കുന്നത് ആ സബ്സ്പേസിലില്ലാത്ത ഒരു എലമെന്റ് എക്സിൽ എടുത്തിട്ട് സ്പാൻ ചെയ്താൽ അത് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇസഡ് ഹൈപ്പർ സ്പേസ് ആണെങ്കിൽ ഇസഡ് ഉപയോഗിച്ച് കിട്ടുന്ന കോസെറ്റുകളെ ഒരു പേര് വിളിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ പ്ലെയിൻ. 7.2 ലെമ്മ എന്ന് പറയുന്നു നോക്കാം. Let x be a linear space over K and y be a subspace of x which is not a hyperspace in x. x1 and x2 are in x but not in y. Then x il ഒരു element ഉണ്ടാകും such that for all t belongs to closed interval 0, 1. അപ്പോൾ ഒരു കോൺവെക്സ് കോമ്പിനേഷൻ വേണ്ടുന്ന സാധനം ഉണ്ടാവും. tx1 plus 1 minus t into x. എന്താ tx1 plus 1 minus t into x? Line joining x1 and x. ഓക്കെ, അത് വൈയിൽ കാണില്ല. അതായത് ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വൈയിൽ കാണില്ല. x1 വൈയിൽ ഇട്ടാൽ അങ്ങനെയാണെങ്കിൽ x1നും x2നും ഒരു പ്രത്യേകത ഉണ്ട്. x1 to x ജോയിൻ ചെയ്യുന്ന ലൈനും അതുപോലെ x2 to x ജോയിൻ ചെയ്യുന്ന ലൈനും വൈയിൽ വരാത്ത രീതിയിൽ ഒരു x എടുക്കാം. x നോർമൽ സ്പേസ് ആണെങ്കിൽ ഈ y എന്ന് പറയുന്ന ഹൈപ്പർ സ്പേസ് അല്ലാത്ത സ്പേസ് സബ്സ്പേസ് അതിന്റെ കോംപ്ലിമെന്റ് കണക്റ്റഡ് ആയിരിക്കും. വീണ്ടും നമ്മൾ ആലോചിക്കുകയാണ്, ഈ x1 x2 എക്സിലുണ്ട് പക്ഷേ വൈയിലില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ഥാനത്ത് x2 വെക്കാൻ പറ്റിയാൽ എളുപ്പമായി. അപ്പൊ x2 ആണ് x എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാം. കാരണം tx1 plus 1 minus t into x not belongs to y എന്ന് കിട്ടുന്ന ഒരു x കിട്ടിയാൽ മതിയല്ലോ. ഇത് തന്നിട്ടുണ്ട്, x1 x2 വൈയിലില്ല. നമ്മൾ പറയാണ് ഈ x1 x2 ജോയിൻ ചെയ്യുന്ന ലൈൻ തന്നെ വൈയിലില്ലെങ്കിലോ? അപ്പൊ എളുപ്പമായില്ലേ? ഇത് വൈയിലില്ല എന്ന് വരും, വൈ മാറിക്കിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് വൈ. ആൻഡ് tx2 plus 1 minus t into x not belongs to y. അപ്പൊ ഈ ഇവിടെ x2 വെച്ചുകൊണ്ട് tx1 plus 1 minus t into x2 not belongs to y എന്ന് വന്നാൽ ഓക്കെ ആയി. നമുക്ക് x ന് x2 എന്ന് കൊടുത്ത് അവസാനിപ്പിക്കാം. ക്ലിയർ അല്ലേ? Then put t is equal to 1 minus s. അപ്പോഴും t belongs to closed interval 0 ആയതുകൊണ്ട് t is equal to 1 minus s ആകുമ്പോൾ s closed interval 0 ഉണ്ടാകത്ത് s is equal to 1 minus t. അപ്പോൾ t is equal to 1 minus s. അപ്പം 1 minus s into x2 plus s into x not belongs to y. അപ്പൊ ഇതും കിട്ടും ഇവിടുന്നേ. അതായത് sx plus 1 minus s into x2 എന്നാവത്തില്ലേ? അപ്പൊ ഇതൊരു സാഹചര്യം tx1 plus 1 minus t into x2 വൈയിൽ ഇല്ല എങ്കിൽ then x is equal to x2 പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മളിപ്പോൾ അസ്യൂം ചെയ്യാം there is some s belongs to open interval 0, 1 such that sx1 plus 1 minus s into ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കിട്ടിക്കഴിഞ്ഞു, കണ്ടീഷണൽ ആയിട്ട് പോവാണ്. അപ്പം ഇത് അവസാനിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് അത് തീർന്നു. അങ്ങനെയല്ല, അടുത്ത സാഹചര്യം ഉണ്ട്. എന്താ അടുത്ത സാഹചര്യം? അന്നേരം ഈ tx1 plus 1 minus t into x2 നോക്കിയപ്പോ ഹോൾ വൈയിലില്ല എന്ന് പറയാം. അടുത്ത സാഹചര്യം, അപ്പൊ ഈ മുഴുവൻ ലൈനും വൈയിലില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പ്രൂഫ് തീർന്നു, അപ്പൊ ആ കേസ് കഴിഞ്ഞു. അല്ല, അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഒരു പോയിന്റ് എങ്കിലും വൈയിലുണ്ട് ആ ലൈനിനകത്ത്. ഓക്കെ.
അതാണ് നമ്മുടെ അടുത്ത കേസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് തീർന്നു. ഒന്നുമില്ല എങ്കിൽ എങ്ങനെയാണ് ആ ലൈൻ ജോയിൻ ചെയ്യുന്ന ലൈനിലെ ഒരു പോയിന്റും വൈയിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ്? തീർന്നു. അല്ലെങ്കിൽ പിന്നെ സാഹചര്യം എന്താ? അത് ലൈൻ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് എങ്കിലും വൈയിലുണ്ട്. അപ്പൊ എന്താണ് സാഹചര്യം? അപ്പൊ നോക്കാം. അങ്ങനെ ആവുമ്പോ ഇതുപോലെ എക്സ് കിട്ടുമോ? മറ്റേ എക്സ് കിട്ടാൻ എളുപ്പം ഉണ്ടായിരുന്നു ആദ്യം. ഓക്കെ, അപ്പൊ എക്സ് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ സാഹചര്യം if there exists some s belongs to open interval 0 1 such that sx1 plus 1 minus s into x2 belongs to y, then നമ്മൾ പറഞ്ഞു അപ്പൊ സ്പാൻ സെറ്റ് yx1 സ്പാൻ സെറ്റ് yx2 സെയിം ആണ്. സ്പേസ് സ്പാൻ ചെയ്യുമ്പോൾ നത്തിങ് ബട്ട് സ്പാൻ സെറ്റ് yx1 ആൻഡ് സ്പാൻ സെറ്റ് yx2 രണ്ടും സെയിം ആണ്. ഇതെങ്ങനെ പറയാൻ പറ്റും? അതിന് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. sx1 plus 1 minus s into x2 belongs to y എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ സം എലമെന്റ് ഇൻ y ആണ്. therefore let span then sx1 plus 1 minus s into x2 is equal to y belongs to. ഇത് രണ്ട് സെറ്റുകളാണ്. ഇത് ഈക്വൽ ടു എന്ന് പറയുന്നതിന് എന്ത് ചെയ്താൽ മതി? സാധാരണ നമ്മൾ പറയുന്ന പോലെ സബ്സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ പറഞ്ഞാൽ. therefore we take an arbitrary element x from span set y. അപ്പം y ൽ നിന്നൊരു എലമെന്റ് y1 എടുത്തു, x1 എടുത്തു. x belongs to span set yx1 ആയതുകൊണ്ട് then ഈ y1 x1 ന്റെ കോമ്പിനേഷൻ ആയിട്ട് x നെ എഴുതാം. therefore we take some k1 and k2. ഇനി വേറൊരു കാര്യം ആലോചിച്ചേ, സ്പാൻ സെറ്റ് yx2 ൽ x നെ കാണിക്കണമെന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? y ലെ എലമെന്റ് x2 അതുകൊണ്ട് കോമ്പിനേറ്റ് ചെയ്യുന്നത് x കിട്ടണം. ഓക്കെ, അപ്പൊ ഈ x1 പറഞ്ഞെടുത്ത് x2 ആവണം. ഓക്കെ, നോക്കാം എങ്ങനെ കിട്ടും. This is for some y1 belongs to y and k1 k2 belongs to k. x1 നമുക്കറിയാം. വീണ്ടും നമുക്ക് ആലോചിക്കാം. k1 y1 അങ്ങനെ തന്നെ കൊടുക്കുക, പ്ലസ് k2 ഇൻറ്റു ഇത് y ആയല്ലോ sx1 പ്ലസ് 1 മൈനസ് s ഇൻറ്റു x2 is equal to y. അപ്പൊ അവിടെ നമുക്ക് k1 വരെ എന്ത് വെക്കാം? ഡിസ്റ്റർബൻസ് ഉണ്ട്, മാറി. അങ്ങനെയാവുമ്പോ x1 ന് പകരം ഇവിടുന്ന് എങ്ങനെ എടുക്കാം എന്നാലോചിച്ച് നോക്ക്. അതാണിത് 1 by s into y minus 1 minus s by s into x2. സിംപ്ലിഫൈ ചെയ്യണം ഇത്. for x1 sx1 equal to y minus 1 minus s into x2, then x1 is നമ്മളിവിടെ s 0 1 ഇല്ല എന്നുള്ള s 0 അല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അതുകൊണ്ട് we can divide throughout by s. Then ky1 plus k2 by s into y minus k2 into 1 minus s by s into x2. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഈ x y1 y x2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷൻ ആയി എഴുതപ്പെട്ടിരിക്കുന്നു. അതിൽ y1 ഉം y-യും y ലെ എലമെന്റ്സ് ആണ്, പിന്നെ x2 എന്ന എലമെന്റിനോട് കോമ്പിനേഷൻ വന്നിരിക്കുന്നു. therefore this x belongs to span set y x2. that means span set yx1 subset of span set yx2. similarly we can prove x belongs to span set yx2 implies x belongs to span set yx1. അപ്പോൾ എന്ത് ചെയ്യേണ്ടി? x belongs to span set yx2 implies x is equal to some k y, where y is in y and k prime x2. അപ്പോൾ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും x2 നെ sx1 plus 1 minus s into x2 is equal to y എന്നതിൽ നിന്ന് x2 ന് y ലും x1 ലും ഉള്ള ഒരു കോമ്പിനേഷൻ കണ്ടെത്താൻ സാധിക്കും. അതുവഴി x belongs to span set yx1 പ്രൂവ് ചെയ്യാം. Now we got the result. span set yx1 is equal to span set yx2. ഇവിടെ നമ്മുടെ അസംഷൻ എന്തായിരുന്നു? sx1 plus 1 minus s into x2 belongs to y for some s belongs to open interval 0 1. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? tx1 plus 1 minus t into x not belongs to y for every t belongs to closed interval 0 1 and some x belongs to x, and this x also hold such that tx2 plus 1 minus t into x not belongs to. ഇവിടെ y യെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്നത് y is not a hyperspace.
Y is not a hyperspace, therefore Y with an element not in Y not spans X. That is spans set Y x1 not equal to X. Hyperspace and definition നോക്കുക. Hence, we can take an X belongs to X such that is not belongs to span set Y x1. നമുക്കറിയാം span set Y x1 X ന്റെ subspace ആണ്. Span set Y x1 not equal to X means span set Y x1 is a proper subspace of X. Therefore, we can consider an X belongs to X such that X not belongs to span set Y x1. ഈ X in X such that X not belongs to span set Y x1 ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് tx1 plus 1 minus t into X, that is x1 ഉം x ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ y ൽ കാണില്ല. If possible, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി if possible let y is equal to tx1 plus 1 minus t into X belongs. അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി consider tx1 plus 1 minus t into X, let it to be y belongs to y for some t belongs to open or zero. Formula X is equal to y minus tx1 by 1 minus t. 1 minus t is non-zero because t is not equal to 1. That is equal to 1 by 1 minus t into y minus t by 1 minus t into x1, where 1 by 1 minus t and t by 1 minus t are scalars, therefore it is a linear combination of y and x1, therefore this belongs to span set y x1. But we took x as x not belongs to span set y x1, hence this is a contradiction to our choice of x. Now x belongs to span set y x1. Thus, our assumption that y is equal to tx1 plus 1 minus t into X belongs to y is wrong. That is tx1 plus 1 minus t into X not belongs to y. അതായത് നമ്മളിവിടെ കൊണ്ടുവന്ന ഈ x span set y x1 not equal to x ആയതുകൊണ്ട് ഇങ്ങനെ x നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ span set y x1 ഇല്ലാത്ത x ലുള്ള എലമെന്റ് അത് x1 മായി ജോയിൻ ചെയ്യുന്ന ലൈൻ y ലില്ല. tx1 plus 1 minus t into X not belongs to y for all t belongs to open or zero. Okay. അപ്പോ നമുക്ക് ആ x ന്റെ ചോയ്സ് ആയി. So y as a subspace of X which is not hyperspace in X, if x1 and x2 are in X but not in Y, then there is some x belongs to X such that for all t belongs to closed interval 0 1 tx1 plus 1 minus t into X not belongs to Y. Here x1 and x not belongs to Y, it is very clear. Because x not belongs to span set y x1, x not belongs to Y. Therefore, for t is equal to 0 and 1 also, tx1 plus 1 minus t into X not belongs to Y. അപ്പോൾ ഈ x ന് തന്നെ നമുക്ക് tx2 plus 1 minus t into X also not belongs to Y prove ചെയ്യണം. Since x1 x not belongs to Y, then tx1 plus 1 minus t into X not belongs to Y for all t belongs to closed interval 0 1. Similarly, x not belongs to span set y x2. This x not belongs to span set y x2. That is why, because we showed that span set y x1 is equal to span set y x2. Therefore, x not belongs to span set y x1 implies x not belongs to span set y x2. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ ഐഡിയ tx2 plus 1 minus t into X not belongs to y. Just x1 x2 കൊണ്ട് replace ചെയ്താൽ മാത്രം മതിയാവും. Okay. For all t belongs to closed interval 0. ഇതാണ് നമ്മുടെ ആദ്യ ഭാഗത്തെ പ്രൂഫ്. If X is a normed space, then the complement Y complement is connected. Okay, Y is a proper subspace, the hyperspace, a proper subspace in X, and that is not maximal. Then the complement is connected. And assume the Y complement is disconnected. Disconnected എന്ന് പറയുമ്പോൾ Y complement can be expressed as the union of two non-empty disjoint open subsets S1 and S2. അപ്പോൾ S1 S2 എന്നതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? S1 and S2 are non-empty. They are disjoint and both are open. Okay. Now we assumed Y complement is disconnected. So this expression may exist. Consider
x1 belongs to s1 and x2 belongs to s2 because s1 and s2 are non-empty. Consider this is y and it is all x. Then x1 and x2 in y complement, because y complement is s1 union s2 and x1 belongs to s1, x2 belongs to s2. Okay, therefore x1 and x2 is in the outside of y, not in y. If x1 and x2 not in y, if x1 and x2 are in x but not in y, then there exists some x belongs to x such that for every t belongs to closed interval 0, 1, tx1 plus 1 minus t into x not belongs to y and tx2 plus 1 minus t into x not ഉപയോഗിക്കുമ്പോൾ x1 x2 y ലെ അല്ല, അതുകൊണ്ട് by the above result there is some x belongs to x such that tx1 plus 1 minus t into x not belongs to y means belongs to y complement and where are known the tx2 plus 1 minus t into x belongs to y. Now tx1 plus 1 minus t into x belongs to y complement for every t belongs to closed interval 0, 1 is equivalent to minus tx1 plus 1 plus t into x belongs to y complement for every t belongs to closed interval minus 1, 0. Okay. Same expression തന്നെയാണ് tx1 plus 1 minus t into x is equal to minus tx1 plus 1 plus t into x because tx1 plus 1 minus t into x from 0 to 1 and this is from minus 1 to 0. Put ചെയ്ത് നോക്കാം. Also similarly tx2 plus 1 minus t into x belongs to y complement for every t belongs to closed interval 0, 1 that is by the above result. അപ്പോൾ ഇവിടെ നിന്ന് tx1 plus 1 minus t into x belongs to y complementന്റെ ഫോം ഒന്ന് മാറ്റി, കാരണം ഇവിടെ പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഒരു കോൺട്രഡിക്ഷൻ ആണ് നമുക്ക് ലഭിക്കേണ്ടത് ബിക്കോസ് y കോംപ്ലിമെന്റ് ഈസ് ഡിസ്കണക്റ്റഡ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1, 1 നിന്ന് y കോംപ്ലിമെന്റിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് t ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 നിന്നുകൊണ്ടുള്ള ആദ്യത്തെ ലൈൻ അതിനെ -1, 0 നിന്നുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. Now t belongs to closed interval -1, 0 minus tx1 plus 1 plus t into x is the line joining x1 and x, and for t belongs to closed interval 0, 1 tx2 plus 1 minus t into x is the line joining x and x2. Therefore define alpha from closed interval -1, 1 to y complement as follows. Alpha of t is equal to minus tx1 plus 1 plus t into x if t belongs to closed interval -1, 0 and tx2 plus 1 minus t into x if t belongs to closed interval 0, 1. Clearly it is a function -1 മുതൽ 1 വരെ തുടർച്ചയായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാം. കാരണം because if t is equal to -1 then first alpha of -1 is that is x1 because 1 plus t is 0, and what is alpha of 0? That is 0 into x1 plus 1 into x, therefore x, and if x is equal to 0 തുടർച്ചയായിട്ട് alpha of 0 രണ്ടാമത്തേതിൽ 0 tx t into that is 0 into x2 0 plus x, therefore നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള മാപ്പിങ്ങിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ ശ്രദ്ധിക്കുക. ഇവിടെ 0-ല് രണ്ടിടത്തും x എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം ആദ്യത്തെ ലൈൻ അവസാനിച്ചെടുത്ത് തന്നെ രണ്ടാമത്തെ ലൈൻ തുടങ്ങുകയാണ്. therefore ഇതിന്റെ കണ്ടിന്യൂറ്റി ക്ലിയർ ആണ്. മുകളിലും താഴെയും നമുക്ക് ലൈൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ -1, 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ബ്രേക്ക് ചെയ്ത് കാണുന്നെങ്കിലും അതായത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബ്രേക്ക് ചെയ്തായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. Now alpha is a continuous function on closed interval -1, 1. കണ്ടിന്യൂസ് ആകുമ്പോൾ ഇത് സംഭവിക്കുന്ന എല്ലാ കോഡൊമൈനിലെ ഓപ്പൺ സെറ്റ്സിനെയും അതിന്റെ ഇൻവേഴ്സ് ഓപ്പൺ ആയിട്ട് തന്നെ മാപ്പ് ചെയ്യും. ആൻഡ് വി ഹാവ് now y complement is s1 union s2 where s1 and s2 are open sets. This s1 and s2 are open sets in y complement, therefore by the continuity of alpha, alpha inverse of s1 and alpha inverse of s2 are open subsets of closed interval -1, 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ ആൽഫ ഇൻവേഴ്സ് ഓഫ് s1 ആൽഫ ഇൻവേഴ്സ് ഓഫ് s2 ക്ലോസ്ഡ് ഇന്റർവൽ -1, 1ലെ ഓപ്പൺ സബ്സെറ്റ്സ് കിട്ടി. ആൻഡ് ഹിയർ വി ക്യാൻ പ്രൂവ് ദാറ്റ് ആൽഫ ഇൻവേഴ്സ് ഓഫ് s1 യൂണിയൻ ആൽഫ ഇൻവേഴ്സ് ഓഫ് s2 ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ -1, 1. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആൽഫ ഇൻവേഴ്സ് ഓഫ് s1 ആൽഫ ഇൻവേഴ്സ് ഓഫ് s2 ഇവിടെ നോൺ എംറ്റി
ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്നൂടെ കിട്ടിയാൽ ക്ലോസ്ഡ് ഇന്റർവൽ -1 എങ്ങനെ എഴുതപ്പെടും? യൂണിയൻ ഓഫ് ടു ഡിസ്ജോയിന്റ് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്സ് ആയിട്ട് മാറും. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റർവൽ -1 ഒരു കണക്റ്റഡ് സെറ്റ് ആണ്. കാരണം റിയൽ സിസ്റ്റത്തിലെ കണക്റ്റഡ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്റർവൽസും കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ ആൽഫ ഇൻവേഴ്സ് ഓഫ് S1 and alpha inverse of S2 are open subsets of closed interval -1. Moreover, നമുക്കറിയാം ആൽഫ ഓഫ് -1 അതിന് നമ്മുടെ ലൈൻ നമ്മുടെ ആൽഫ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ശ്രദ്ധിക്കുക. ആൽഫ ഓഫ് -1 here, alpha of -1, that is 1, x1 plus 0x, that is it is x1. And what is alpha of 1? അതിവിടെയാണ്, that is x2. So alpha of -1 is x1, that belongs to S1. Therefore -1 belongs to alpha inverse of S1. Alpha of 1 is equal to x2, that belongs to S2. Therefore 1 belongs to alpha inverse of S2. That means alpha inverse of S1 and alpha inverse of S2 are non-empty. Now നമുക്ക് എന്താ കിട്ടി? Alpha inverse of S1, alpha inverse of S2 are non-empty open subsets of closed interval -1. ഇനി അതിലുപരി alpha inverse of S1 intersection alpha inverse of S2 is alpha inverse of S1 intersection S2, and S1 and S2 are disjoint sets. Therefore alpha inverse of null set and alpha inverse of null set is null set. Okay. അപ്പോ ഇവിടെ നമുക്ക് alpha inverse of S1, alpha inverse of S2 are open, non-empty, disjoint sets. Finally, alpha inverse of S1 union alpha inverse of S2 is alpha inverse of S1 union S2. ഈ ഓപ്പറേഷൻസ് നമുക്ക് നേരത്തെ അറിയാം. alpha inverse of S1 intersection alpha inverse of S2 is alpha inverse of S1 intersection S2, and alpha inverse of S1 union alpha inverse of S2 is alpha inverse of S1 union S2. അപ്പോൾ ഇവിടെ S1 union S2 എന്താ? Y complement. Therefore it is alpha inverse of Y complement, and alpha is a mapping from closed interval -1 to Y complement. Therefore whole codomain inverse ആണ് ഇവിടെ ചോദ്യം. Therefore it is closed interval -1. Now closed interval -1 is the union of two disjoint non-empty open sets. Okay. That which implies closed interval -1 is disconnected. But we know that an interval in a real line is connected. It is a contradiction. Hence, our assumption that Y complement connected ആയിട്ട് തന്നെ പറയാം.